ചിങ്ങം പിറന്നാൽ തന്നെ മലയാളിക്ക് പിന്നീട് അങ്ങോട്ട് ആഘോഷത്തിൻ്റെ നാളുകളാണ്. അതിൽ അത്തമായി കഴിഞ്ഞാലോ പിന്നീട് ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കടക്കും നാം ഓരോരുത്തരും. പക്ഷേ ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി അത്തം തുടങ്ങി 11ാം ദിവസമാണ് തിരുവോണം എന്നുള്ളതാണ്. തിരുവോണത്തെക്കുറിച്ചും വാമനമൂർത്തിയുടെ അവതാരത്തെപ്പറ്റിയും ത്രിവിക്രമനായ വാമനൻ മഹാബലി ചക്രവർത്തിക്ക് നൽകിയ പാദദീക്ഷയെക്കുറിച്ചുമൊക്കെ നമ്മളോടൊപ്പം സംസാരിക്കുന്നതിനായി പ്രശസ്ത ഉപാസകനും താന്ത്രികനും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ഡോക്ടർ മനോജ് NS നമ്പൂതിരി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ മനോജ് MS നമ്പൂതിരി. നമസ്കാരം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ അത്തം 10 തിരുവോണം എന്നുള്ളതിന് ഒരു അല്പം മാറ്റമുണ്ടല്ലോ. അത്തം തുടങ്ങി 11ാം ദിവസമാണല്ലോ തിരുവോണം വരുന്നത്. ഏത് നാളാണ് ഈ ഒരു ദിവസം കൂടി കൈയടക്കിയത്? ചിത്തിര അത് ചില സമയങ്ങളിൽ അപ്പോൾ നവരാത്രിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു നക്ഷത്രം ചിലപ്പോൾ 2 ദിവസമായിട്ടായിരിക്കും വരിക. അതുകൊണ്ടുള്ള ഒരു പ്രത്യേകത മാത്രമേ കണക്കാക്കിയാൽ മതി. അതിൽ വേറെ അതിശയോക്തിയൊന്നുമില്ല. സാധാരണഗതിയിൽ ചൈത്ര നവരാത്രിയിലും ആഷാഢ നവരാത്രിയിലും ഒക്കെ സംഭവിക്കാറുണ്ട്. അതിനൊരു ജ്യോതിഷപരമായൊരു പ്രത്യേകത മാത്രമേ കണക്കാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓണം എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? അത് നമ്മുടെ കേരളക്കരെ അല്ലെങ്കിൽ മലയാളികൾക്ക് ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്നതും തുടർന്നുള്ള ഓണാഘോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ രീതികൾ ഇതൊക്കെ കൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് വിവരിക്കാം. തീർച്ചയായിട്ടും ചിങ്ങമാസത്തിന് സംസ്കൃതത്തിൽ പറയുക ശ്രാവണം എന്നാണ്. ശ്രാവണം എന്നതിൻ്റെ സാവണം എന്നത് പിന്നീട് ആവണം എന്നായി, ആവണം എന്നുള്ളത് പിന്നീട് ആണം എന്നായി, ആണം എന്നുള്ളതാണ് ഓണമാവുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. ശ്രാവണം എന്ന പദം തന്നെയാണ് പിന്നീട് ഓണമായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഇന്നും മലയാളിയെ സംബന്ധിച്ച് വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിൽ പോലും ഇന്നും ബഹുഭൂരിപക്ഷത്തിനും അത് മാവേലിയുമായി ബന്ധപ്പെട്ടതാണോ വാമനനുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കം, വളരെ ഗൗരവപരമായ തർക്കം നടക്കുന്നൊരു വിഷയമാണ്. എങ്കിലും ഒരു പൊതുവെ മലയാളിക്ക് ഇഷ്ടം മാവേലിയുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ തിരു അവതാരമായ വാമനമൂർത്തിയുടെ അവതാരം കൊണ്ട ദിവസമായിട്ടാണ് ഓണത്തെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട്, തൃക്കാക്കര എന്ന് പറയുന്നത് എറണാകുളത്തെ ഒരു സ്ഥലമാണ്. തൃക്കാൽക്കര, അതായത് അദ്ദേഹത്തിൻ്റെ കാല് പതിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ തൃക്കാൽക്കര എന്നാണ് ആ സ്ഥലത്തിൻ്റെ ശരിയായ പേര്. അത് പിന്നീട് തൃക്കാക്കര എന്നായി. ഈ തൃക്കാക്കരയിലെ വാമനമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതുമായി തെക്കൻ കേരളത്തിൽ ഉള്ളവർ നമ്മുടെ അത്തപ്പൂക്കളം ഇട്ടതിന് ശേഷം അതിൽ 3 രൂപങ്ങൾ വയ്ക്കാറുണ്ട്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ രൂപം, ഒന്ന് വലിപ്പം കൂടിയത്, മറ്റത് ചിലപ്പം ചെറിയ ഉരുളയായിട്ടായിരിക്കാം. പ്രാദേശിക ഭേദങ്ങളുണ്ടാവുന്നേ ഉള്ളൂ. മറ്റതും ചെറിയ സ്തൂപികയായിട്ട് തന്നെയായിരിക്കും ചിലയിടങ്ങളിൽ വയ്ക്കുക. അപ്പോൾ അതിൽ ഒന്ന് പരമശിവൻ, ഒന്ന് മാവേലി, ആ നടുക്ക് വരുന്ന വലിയ രൂപം വാമനൻ. ഈ തരത്തിലാണ് വെച്ച് ആരാധിക്കുക. ഏറ്റവും അവസാന ദിവസം, അതായത് തിരുവോണ ദിവസം അടയുണ്ടാക്കിയതിന് ശേഷം അത് നിവേദ്യം കൊടുത്ത് അതിനെ പൂക്കളത്തെ മാറ്റി പൂജ അവസാനിപ്പിക്കും. ഇനി ഓണവുമായി ബന്ധപ്പെട്ട പറയേണ്ട മറ്റൊരു വലിയ വിശേഷമെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ പലർക്കും അറിയില്ല എങ്കിലും ചിലർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇത് വളരെ വലിയൊരു ആധ്യാത്മിക വിശേഷമാണ്. ഇത്രയേറെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണം ദശനാഡി സാധന എന്നുണ്ട്. ദശനാഡി സാധന എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇട, പിങ്കള, സുഷ്മിന, കുഹു, ഹസ്തജിഹ്വ, അലംബിഷ, ഗാന്ധാരി, കൂഹു എന്നൊക്കെ പറയുന്ന ശരീരത്തിലെ 10 നാഡികളെ ആധാരമാക്കി ഒരു സാധനാ സമ്പ്രദായമുണ്ട്. ഒരു ആധ്യാത്മിക സാധനയാണ്. നവരാത്രി ദിവസങ്ങളിൽ താന്ത്രികന്മാർ ചെയ്യുന്നത് പോലെ വൈഷ്ണവന്മാരായ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അതിമഹത്തായ ഒരുപാട് പ്രത്യേകതകളുള്ള നിഗൂഢതകളുള്ള ഒരു സാധനയാണ്. ഈ സാധനയുടെ ഏറ്റവും അവസാനം സുഷ്മനയിൽ സംഭവിക്കുന്ന ഒരു ബ്രഹ്മപ്രവാഹം അല്ലെങ്കിൽ അമൃത അനുഭവം എന്ന് അതിനെ പറയുക. ആ അമൃത അനുഭവം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ പരമകോടിയാണ്. അതിൻ്റെ സ്ഥൂലമായ ആഘോഷങ്ങളാണ് ഈ കാണുന്ന സദ്യ വയ്ക്കലും ബാക്കി നൃത്തം ചവിട്ടലും
ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കളികളും എല്ലാം. ഓണ ദിവസം എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയാണ് വേണ്ടത്. മാവേലിയെ സ്നേഹിക്കേണ്ടെന്നോ അദ്ദേഹത്തെ പുച്ഛിക്കണമെന്നോ അല്ല ഈ പറഞ്ഞത്. എപ്പോഴും മഹാവിഷ്ണു ആരാധനയെ ബന്ധപ്പെട്ടാണ് ഓണം വരിക. വാമനൻ്റെ തിരു അവതാരത്തെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ദിവസമായതുകൊണ്ടാണ് അന്നത്തെ ദിവസം കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്ത്, കുട്ടികൾക്ക് ഊഞ്ഞാലിട്ട് കൊടുത്ത്, കുട്ടികൾക്ക് പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ കളികളിൽ നമ്മൾ പങ്കെടുത്ത്, അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവരെ വഴക്ക് പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണം വാമനൻ്റെ തിരു അവതാരത്തെ നമ്മൾ ഓർമ്മിക്കുന്ന ദിവസമായതുകൊണ്ടാണ്. അതെ, എന്തായാലും വാമനാവതാര സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള ആ സങ്കല്പത്തിൻ്റെ പൊരുൾ എന്താണ്? കാരണം പ്രജാക്ഷേമ തൽപരനായിരുന്നു മഹാബലി. അവിടെ വാമനാവതാര സങ്കല്പത്തോടൊപ്പം തന്നെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയും വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന മഹാബലിയെ വരവേറ്റുകൊണ്ടുള്ള ഓണവും, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഐതിഹ്യങ്ങളിലൂടെ നിലനിർന്നു പോരുന്നത്? അതോടൊപ്പം ഈ സങ്കല്പത്തിൻ്റെയൊക്കെ ഒരു പൊരുൾ എന്താണ്? തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ മഹാബലി എന്ന് പറയുന്ന ഒരു മഹാരാജാവിനെ, അല്ലെ അസുര ചക്രവർത്തിയെ, അതായത് പ്രഹ്ലാദൻ്റെ പൗത്രനാണ്, പ്രഹ്ലാദൻ്റെ മകനായ വിരേചനൻ്റെ മകനാണ് മഹാബലി. അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുകയല്ല ഉണ്ടായത്. സുതലം എന്ന് പറഞ്ഞ പാതാളത്തിലേക്കുമല്ല, നമ്മുടെ 14 ലോകം എന്നൊരു സങ്കല്പമുണ്ട്. അതലം, വിതലം, സുതലം, മഹാതലം, ഇങ്ങനെ ഒരു 14 ലോക സങ്കല്പമുണ്ട്. താഴേക്ക് 7 ലോകങ്ങളും മുകളിലേക്ക് 7 ലോകങ്ങളും. അതിൻ്റെ സൂക്ഷ്മതലം പറഞ്ഞാൽ അപ്പോൾ ശരീരത്തിൽ തന്നെയാണ്. അത് വേറൊരു വിഷയം, അതൊരു ആധ്യാത്മിക വിഷയമാണ്. നമ്മുടെ കാലിൻ്റെ പെരുവിരലാണ് പാതാളം. അങ്ങനെ ആ തരത്തിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. മേപ്പോട്ടേക്ക് വരുന്നത് 7 സ്വർഗം വരെയുള്ള ഇതാണ്. സ്വർഗമല്ല, സത്യലോകം വരെ. അപ്പോൾ ഈ താഴേക്കുള്ള അധോലോകങ്ങളിൽ സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്കാണ് അദ്ദേഹത്തെ അയക്കുക. അത് ചവിട്ടിത്താഴ്ത്തുകയല്ല. പാദദീക്ഷ എന്ന് പറഞ്ഞ് തന്ത്രത്തിൽ ഒരു സമ്പ്രദായമുണ്ട്. പാദദീക്ഷ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശിരസിൽ കാലുകൊണ്ട് അമർത്തി തന്നെയാണത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടുതൽ ഉന്നതമായ ലോകങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അല്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലേക്ക് ഉപദ്രവിക്കുകയോ ഏതെങ്കിലും തരത്തിൽ താഴ്ത്തുകയല്ല, ഉയർത്തുകയാണ് ചെയ്തത്. സ്ഥൂലമായ ശരീരം കൊണ്ട് അദ്ദേഹം താഴേക്കാണ് പോയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക അല്ലെങ്കിൽ ബൗദ്ധികമായ തലം അതിനെ പാദദീക്ഷ എന്നൊരു സമ്പ്രദായത്തിലൂടെ തന്ത്രത്തിൽ വരുന്ന 5 ദീക്ഷകളുണ്ട്. 5 ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന 5 ദീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഗുരുക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ് പതിവ്. മുതിർന്നവരെയും കണ്ട് കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ് പതിവ്. ഇത് മഹാബലി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. എനിക്ക് പാദദീക്ഷ നൽകിയാലും, കാര്യം മഹാവിഷ്ണുവിനെ പോലെ ഇത്രയും മഹാവിഷ്ണു എന്ന പദത്തിനർത്ഥം തന്നെ വ്യാപന ശക്തിയുള്ളവൻ, എങ്ങ് വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അത്രയും ബൃഹത്തായ എനർജി ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതിയുടെ ആളായ അങ്ങ് എനിക്ക് പാദദീക്ഷ നൽകിയാലും എന്ന അപേക്ഷ പ്രകാരം അതിന് അദ്ദേഹം അർഹനായതുകൊണ്ട് അതിനുപോലും ഒരു അർഹത വേണം. ആ അർഹത അദ്ദേഹം നേടിയതുകൊണ്ട് അദ്ദേഹത്തിന് പാദദീക്ഷ കൊടുത്ത് സുതലം എന്ന ലോകത്തിലേക്ക് അയക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് കാവലായിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി എല്ലാവിധ സുരക്ഷയും ഏകി അദ്ദേഹത്തിന് കാവലായിട്ട് അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ടെന്നാണ് വിശ്വാസം. അതെ, നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. ദയവായി തുടരുക. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. തൃക്കാക്കരയപ്പൻ എന്നുള്ള സങ്കല്പം എന്താണ്? ഇപ്പോൾ വാമനാവതാരം, മഹാബലി അവതാരം, ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടല്ലോ. തൃക്കാക്കരയപ്പൻ എന്നുള്ളൊരു സങ്കല്പം എങ്ങനെയാണ് ഉടലെടുത്തത്? എങ്ങനെയാണ് തിരുമുറ്റത്ത് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു തിരുവോണം, ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന്, അതായത് മഹാബലിക്ക് ശ്രീപാദ ദീക്ഷ കൊടുക്കുന്നത് തൃക്കാൽക്കര എന്ന് പറയുന്ന ഈ തൃക്കാക്കര വച്ചിട്ടാണ്. തൃക്കാൽക്കര എന്ന് പേര് വരാൻ തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. തൃക്കാൽക്കര അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കാലുകൊണ്ട് അല്ലെങ്കിൽ പാദം കൊണ്ട് ഈ ദീക്ഷ അദ്ദേഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അതിനു മുമ്പ് അതിനുള്ള ശിവക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും ശിവനും ഉണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ മാദേവർ എന്നാണ് മാവേലി പറയുക. മാദേവർ എന്നാണ് പദമ പറയുക. തിരുമുറ്റത്ത് ഇദ്ദേഹത്തെ വെക്കുക എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ 3 പേരെയും വെക്കണം. തൃക്കാക്കരയപ്പൻ്റെ അവിടെ ആരെല്ലാം ഉണ്ടോ, ആരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ 3 പേര്, മാദേവർ എന്ന് പറഞ്ഞ മാവേലി, തൃക്കാക്കരയപ്പൻ, പരമശിവൻ, ആ 3 പേരെയും വെക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഈ പൂക്കളത്തിലാണ് വെക്കുക. പൂക്കളത്തിൽ
നമ്മൾ ആദ്യം ഒരു നറുക്കലയിട്ടതിന് ശേഷം നറുക്കലയിൽ ഒരു പീഠം വിരിക്കുക. പീഠം വിരിച്ചതിന് ശേഷം അതിലേക്കാണ് ഇത് അലങ്കരിച്ച് വെക്കേണ്ടത്. ഇതിന് വേറെ പിന്നെ ഐതിഹ്യങ്ങൾക്ക് എപ്പോഴും സമാനതകളുണ്ടാവില്ല. ചിലപ്പോൾ അത് കോൺട്രഡിക്റ്ററി ആയിരിക്കാം. പരശുരാമൻ ഈ ബ്രാഹ്മണരെ ബ്രാഹ്മണർക്ക് ഈ ഭൂമി ദാനം ചെയ്തതിന് ശേഷം, ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയതിന് ശേഷം ഈ ഭൂമി ദാനം ചെയ്തതിന് ശേഷം അവരോട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പരശുരാമ വന്നാലും വന്നു. എന്താ കാര്യം? ഒന്നുമില്ല, വരുമോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇങ്ങനെ ഒരു 3 തവണ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് ദേഷ്യം വന്നുവെന്നും അവരെ ശപിച്ചു വന്നു. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ രക്ഷപ്പെടാതെ കൂട്ടം ശപിച്ചു വന്നു. ഇവർ ശാവമോക്ഷത്തിന് ഇരുന്ന സമയത്ത് പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, വർഷത്തിൽ ഒരിക്കൽ ഞാൻ നിങ്ങളെ കാണാൻ വരാം. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഇതും തെക്കൻ കേരളത്തിൽ തന്നെ പ്രചരിക്കുന്ന ഒരു ഐതിഹ്യമാണ്. അത് പറഞ്ഞ ഐതിഹ്യങ്ങൾക്ക് പരസ്പരം ചിലവ് വൈരുദ്ധ്യാത്മകമായി വ്യത്യസ്തമായ ഇതുണ്ടാവാം. വളരെ ഉദാഹരണം പറയാം. കേരളത്തിൻ്റെ ഈ തെക്കൻ ഭാഗങ്ങളിൽ സദ്യയ്ക്ക് 13 കൂട്ടം വെജിറ്റേറിയൻ സാധനങ്ങൾ, സസ്യാഹാരം മാത്രമായിരിക്കാം. വടക്കൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ, മലബാർ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ അവർക്ക് നിർബന്ധമാണ്. ഓണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ പോലും ഓണത്തിന് അവർക്ക് നോൺ വെജ് ആഹാരം കഴിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് ഓണവില്ലും ഓണത്തല്ല് ഇതേപോലെയുള്ള ഊഞ്ഞാലട്ടം ഇതേപോലെ വിശേഷങ്ങളാണെങ്കിൽ അവിടെയുള്ള വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഓണസമയത്ത് മാത്രമുള്ള തെയ്യം, ഓണത്താറെന്ന് പറയും. ഓണത്തെയ്യം അവിടെ മാത്രമുള്ളൊരു വിശേഷമാണ്. അതെ, അതായത് കേരളത്തിൽ ഓണത്തിൻ്റെ വിശേഷങ്ങൾ തെക്കും വടക്കും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലേ? നമ്മുടെ കാലം ചെല്ലും തോറും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ ഓണത്തിൻ്റെ പൊലിമ കുറയുന്നു, മാറ്റു കുറയുന്നതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടോ? പലപ്പോഴും ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ പാലിക്കാൻ പറ്റാത്ത ഒരു യുവതലമുറയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മുടെ ആ പഴയ ഓണത്തിൻ്റെ ആ ഓർമ്മകളൊക്കെ നഷ്ടമാകുന്നതായി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. കാരണം ഇൻസ്റ്റൻ്റ് ഓണമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, മുമ്പ് നിങ്ങളുടെയോ എൻ്റെയോ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടുകളിലല്ലേ മുൻപ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ് ഉത്രാടത്തിന് പോയി കുറേ മരക്കറി വാങ്ങുന്നു. നമ്മൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ ഉണ്ടാക്കിത്തരും പറഞ്ഞ് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഊഞ്ഞാലാടി കുട്ടികളെ കൊണ്ട് അടികൂട്ടി ബഹളം വെച്ച് ആ ഒരു നൊസ്റ്റാൾജിക് ലെവൽ ഇപ്പോൾ ഇല്ല. ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ കുടുംബശ്രീക്കാരോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ വരുത്തുന്ന 250 രൂപയോ 300 രൂപയോ സദ്യ വീട്ടിൽ വരുത്തുന്നു. വീട്ടിൽ അന്ന് തീ പുകയുന്നില്ല. വേറെ ഒരു ദിവസം പോലും അടുപ്പിൽ ഇത് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുറഞ്ഞ പക്ഷേ ഓണത്തിൻ്റെ എന്തെങ്കിലും വെക്കണമെന്നാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും അനുഭവിച്ചിരിക്കുന്നതും. ഇന്ന് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് കാലം മാറിപ്പോയി. ഇന്ന് ഈ എന്താ പറയുക, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുടെ ഡിസ്കൗണ്ട് സെയില്, മറ്റേ വസ്ത്രക്കടകളുടെ തിരക്ക്, ഇതല്ലാതെ ഹോട്ടലുകളുടെ തിരക്ക്, വീടുകളിൽ ആരെങ്കിലും ഓണം ആഘോഷിക്കുന്നുണ്ടോ? പിന്നെ ഇതേപോലെ TV ചാനലുകളിലാണെങ്കിൽ 24 മണിക്കൂറും പല വിധത്തിലുള്ള പ്രോഗ്രാമാണ്. ആൾക്കാർ TV-യുടെ മുമ്പിലാണ്. ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇതേപോലെ സംസാരിക്കുന്ന ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ അതിനെ ഒന്ന് അനുഭവസ്ഥമാക്കാനോ അല്ലെങ്കിൽ തൃക്കാൽക്കര ഒന്ന് പോകാൻ വേണ്ടിയോ, അല്ലെങ്കിൽ തൃക്കാക്കര മാത്രമല്ലല്ലോ, വേറെ വാമനക്ഷേത്രം ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് ത്രിവിക്രമംഗലമുണ്ട്, ആനക്കുടിയുണ്ട്, മാലപ്പുറത്ത് ചേന്ദമംഗലത്തുണ്ട്, ഈ എറണാകുളത്ത് തന്നെ ചേരാമംഗലം ഇവിടെ ഉണ്ട്, ചേലാമറ്റമുണ്ട്. ഇങ്ങനെ വേറെയും 10-13 തിരുവള്ളൂരുണ്ട്. വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് തിരുവള്ളൂർ. ആ ന്യൂസ് പ്രിൻ്റ് പത്രവും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമല്ലോ, ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ഉണ്ടായിരുന്നില്ലേ? ആ തിരുവള്ളൂർ വളരെ മഹത്തായ, വളരെ പ്രാചീനമായ ഒരു വാമന ക്ഷേത്രമുണ്ട്. തൃക്കാക്കരയ്ക്കൊരു പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല. വാമനെ തൊഴണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലെ കേരളത്തിൽ പല ഭാഗത്ത് ശുചീന്ദ്രത്തുണ്ട്, ഇങ്ങനെ പല ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യണ്ടേ? ഓണത്തിൻ്റെ തനിമ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഓണം ഇൻസ്റ്റൻ്റ് ഓണമാണ്. അതെ, എന്നാലും ഇപ്പോഴും മലയാളികൾക്ക് പുത്തൻ പ്രതീക്ഷകളുമായി തന്നെയാണ് എല്ലാ ഓണക്കാലവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിനും ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനും വളരെയധികം നന്ദി. വളരെ സന്തോഷം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ജനൻ TV-യിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ.